സർലേ 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 സരളയോ? ഞാൻ വരുന്നതിന് മുമ്പ് ഏതോ ഒരു പെശക സരള ഇവിടെ താമസിച്ചിരുന്നു. വാതില് തട്ടുകാരെ കൊണ്ട് മടുത്തിരിക്കുക. ആ നമുക്ക് ശരിയാക്കാം. എന്ത് ശരിയാക്കാം? വരുന്നുട്ടോ. മുപ്പത്തി ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ തുറക്കാം. വാ, നീന്നില്ലേ, ഞാൻ പോവാം. രണ്ടുപേരും കൂടി വന്നോളൂ, എനിക്കതാ സൗകര്യം. വാ വാ വാ. എടാ കഴിവറടാ മോനെ, മേലാലി ഏരിയയിലെങ്ങനെ കണ്ടുപോയ. അയ്യോ, പിന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഒരു അത്യാവശ്യ വിവരം പറയാനാ. ഈ സരള എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് ഏതാ? ദേ അതന്നെയാ, വേഗം ചെന്നോളൂ. താങ്ക്സ്. ഓ, എന്നാടാ പോടാ. നമസ്കാരം. അല്ല, ഇന്നലെ പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല, ഈ കോളനിയിലെ ഒരുപാട് കേടികളും റൗഡികളും ഉള്ളതാ. എടക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റകൾ തലേക്കോറും. ഈ കോളനിയിലെ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത്. തന്റെ വലിയൊരു കത്തിയുണ്ടോ? ചേച്ചേ, എന്റെ അടുത്ത് അവിടുത്തെ കത്തിയെന്ന്. അല്ല, മോന്റെ പേരെന്താ? താനെ കത്തി ഒന്ന് കാണിക്കടോ. താനത് വെച്ച് ആരൊക്കെ കുത്തിന്നോ ജയിലിൽ പോയെന്നോ? പൊന്നനിയ, പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിനാക്കി മാറ്റി. എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന്. അപ്പൊ പിന്നെ കത്തി എത്തി ഒരു കളി കളിക്കാൻ ഞാനും വിചാരിച്ചു. അങ്ങനെ കീലേരി വെച്ച് പേരെടുത്ത്. അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയൻ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു തരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതില് ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ. പോട്ടെ. ചേട്ടാ, കീലേരി അച്ചു. അയ്യോ, എവിടെ? ഇപ്പൊ വഴിക്ക് പോയുള്ളൂ. ഏത് വഴിക്ക്? പേടിക്കണ്ട, ഇനി അയാളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ലെന്ന്. പിന്നെ ഇന്ന് വൈകുന്നേരം അപ്പുറത്തെ മൈതാനത്ത് എന്റെയും തെങ്കൂണ്ട് ബാലയുടെ ഒരു മാജിക് പരിപാടി ഉണ്ട്. ബാലയ്ക്ക് പറയാനൊരു മടി. ഞാൻ ഇന്നലെ രാത്രി ചേട്ടന്റെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ. ഒരു 10 മിനിറ്റ് ചേട്ടന്റെ മോളോട് ഞങ്ങളെ സ്റ്റേജിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. എന്ത് ഹെൽപ്പ്? അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാൽ മതി. അല്ല, അതിപ്പോ കൂടുതലൊന്നും പറയണ്ട. മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ ചേട്ടൻ? അല്ല അല്ല, അതെ അതെ,